എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പണത്തെക്കുറിച്ചാണ്. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അത് എങ്ങനെ നമുക്ക് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാമെന്ന് നോക്കിയാലോ? അപ്പോ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ സ്കൂളിൽ പണത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ശരിക്കു പറഞ്ഞാൽ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഫൈനാൻസിനെ പറ്റി കാര്യമായിട്ടൊന്നും പഠിപ്പിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പൈസയുടെ കാര്യം വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു കൺഫ്യൂഷനാണ്, അല്ലേ? അപ്പോൾ എന്താണ് ഈ ഫിനാൻഷ്യൽ ലിറ്ററസി അഥവാ സാമ്പത്തിക സാക്ഷരത എന്നു പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. നമ്മൾ ആഗ്രഹിക്കുന്നൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവല്ലോ, അത് നേടിയെടുക്കാൻ വേണ്ടി പണത്തിനെ സ്മാർട്ടായി ഉപയോഗിക്കാനുള്ള കഴിവ്. അത്രയുള്ളൂ. ഇത് വെറുതെ പണമുണ്ടാക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ആ പണം എങ്ങനെ ഏറ്റവും നന്നായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഈ കാര്യം കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ സാമ്പത്തിക ഭാവിയെ ഒരു വീട് പണിയുന്നത് പോലെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കിയാലോ? ഏതൊരു വീടിനും വേണ്ടതുപോലെ നമ്മുടെ ഈ ഫിനാൻഷ്യൽ വീടിനും നല്ല സ്ട്രോങ് ആയ ഒരു അടിത്തറ വേണം, കൃത്യമായ ഒരു പ്ലാൻ വേണം, പിന്നെ അത് വളർത്തണം, സംരക്ഷിക്കണം. അപ്പോ തുടങ്ങാമല്ലേ? ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താ? അതിന്റെ ഫൗണ്ടേഷൻ, അതായത് അടിത്തറ. നമ്മുടെ ഈ സാമ്പത്തിക വീടിന്റെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ വരുമാനമാണ്. പണം ഉള്ളിലേക്ക് വരുന്നത് അവിടെ നിന്നാണല്ലോ. വരുമാനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നതെന്താ? ജോലിയും മാസാവസാനം കിട്ടുന്ന ശമ്പളവും, അല്ലേ? പക്ഷെ പണം സമ്പാദിക്കാൻ വേറെയും വഴികളുണ്ട്. എത്ര വഴികളുണ്ടെന്നറിയാമോ? ഇതാ നോക്കും, 7. അതെ, 7 തരം വരുമാന മാർഗങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെ, ശമ്പളം. പിന്നെ വരുന്നത് ഒരു ബിസിനസ്സിൽ നിന്നുള്ള ലാഭം. മൂന്നാമത്തേത് പലിശ, അതായത് ബാങ്കിലൊക്കെ പണമിടുമ്പോൾ കിട്ടുന്നത്. അടുത്തത് ഡിവിഡൻഡ്, കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ലാഭവിഹിതം. പിന്നെ വാടക വരുമാനം, വീടോ കടയൊക്കെ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. ആറാമത്തേത് ക്യാപിറ്റൽ ഗെയിൻസ്, അതായത് ഒരു വസ്തു കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കൂടിയ വിലയ്ക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം. പിന്നെ അവസാനത്തേത് റോയൽറ്റി, നിങ്ങളൊരു പുസ്തകം എഴുതിയാലോ ഒരു പാട്ടുണ്ടാക്കിയാലോ ഒക്കെ കാലങ്ങളോളം കിട്ടുന്ന വരുമാനം. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ ഇതിൽ ഒന്നിൽ കൂടുതൽ വഴികൾ കണ്ടെത്തുന്നത് നല്ലൊരു ഐഡിയ അല്ലേ? ഈ വരുമാന മാർഗ്ഗങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: ആക്റ്റീവ് ഇൻകം, പിന്നെ പാസീവ് ഇൻകം. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സമയം കൊടുത്ത് പണം സമ്പാദിക്കുന്നത്, നമ്മുടെ ജോലി പോലെ. എന്നാൽ പാസീവ് ഇൻകമോ, നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി പണമുണ്ടാക്കുന്ന ഒന്ന്. അവിടെ നിങ്ങളുടെ പണമാണ് നിങ്ങൾക്കായി ജോലി ചെയ്യുന്നത്. യഥാർത്ഥ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള വഴി അതിതാണ്. അപ്പോ നമ്മുടെ വീടിന്റെ അടിത്തറ റെഡി. ഇനി വേണ്ടതെന്താ? ഒരു ബ്ലൂ പ്രിന്റ്, അല്ലേ? ഒരു പ്ലാൻ. നമ്മുടെ സാമ്പത്തിക ജീവിതത്തിലെ ആ ബ്ലൂ പ്രിന്റാണ് ബജറ്റ്. നമ്മുടെ പൈസ എങ്ങോട്ടേക്കാണ് ഒഴുകിപ്പോകുന്നതെന്ന് കൃത്യമായി ട്രാക്ക് ചെയ്യാനുള്ള ഒരു വഴി. ഒരു ബജറ്റിന് സാധാരണയായി 4 പ്രധാന ഭാഗങ്ങളുണ്ട്. 1. നമ്മുടെ ആവശ്യങ്ങൾ, ഭക്ഷണം, വീട്ടുവാടക, അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. 2. ആഗ്രഹങ്ങൾ, സിനിമ കാണാനും യാത്ര പോകാനുമൊക്കെ. മൂന്നാമത്തത് കടങ്ങൾ, ലോൺ തിരിച്ചടവ് പോലുള്ളവ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സമ്പാദ്യവും നിക്ഷേപവും. നിങ്ങളുടെ പണം ഇതിൽ എവിടെയാണ് കൂടുതൽ പോകുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സമ്പാദിക്കാനുള്ള ഏറ്റവും സിമ്പിൾ എന്നാൽ പവർഫുൾ ആയൊരു വഴിയുണ്ട്. പേ യുവർസെൽഫ് ഫസ്റ്റ് എന്ന് പറയും. അതായത് ആദ്യം നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. സംഭവം ഇത്രയുള്ളൂ: ശമ്പളം കിട്ടിയാലുടനെ വേറെ എന്ത് ചെലവ് ചെയ്യുന്നതിനു മുൻപ് ഒരു ഭാഗം നേരെ സേവിങ്സിലേക്ക് മാറ്റുക. എന്നിട്ട് ബാക്കിയുള്ളതുകൊണ്ട് ചിലവഴിക്കുക. ഇത് ശീലമാക്കിയാൽ നിങ്ങളുടെ സമ്പാദ്യം താനെ വളർന്നോളും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീടിന് അടിത്തറയായി, പ്ലാനുമായി. ഇനി എന്തു വേണം? ആ വീടിന്റെ ഉയരം കൂട്ടണം, അല്ലേ? അതിനെ വളർത്തണം. അതാണ് നിക്ഷേപം. നമ്മുടെ പണത്തെക്കൊണ്ട് കൂടുതൽ പണം ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഗ്രോത്ത് എഞ്ചിൻ. പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട 3 എണ്ണമാണ് ഇവ. 1 സ്റ്റോക്ക് മാർക്കറ്റ്, 2 റിയൽ എസ്റ്റേറ്റ്, പിന്നെ സ്വന്തമായൊരു ബിസിനസ് തുടങ്ങുന്നത്. ഇതിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുന്നത് ഒരുപക്ഷേ സ്റ്റോക്ക് മാർക്കറ്റായിരിക്കും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ തുടങ്ങും? പ്രധാനമായിട്ടും 2 വഴികളുണ്ട്. ഒന്നാമത്തേത്, നിങ്ങൾ സ്വയം കാര്യങ്ങൾ പഠിച്ച് ഒരു ബ്രോക്കറേജ് അക്കൗണ്ട് തുറന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിന് കുറച്ച് സമയവും റിസർച്ചും ഒക്കെ വേണം. രണ്ടാമത്തെ വഴി റോബോ അഡ്വൈസർമാരാണ്. പേര് കേട്ട് പേടിക്കേണ്ട, ഇത് സിമ്പിളാണ്. ഇതൊരു ഓട്ടോമേറ്റഡ് സർവീസാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ മതി. അവർ നിങ്ങൾക്കായി ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി ഇൻവെസ്റ്റ് ചെയ്തോളും. ചെറിയൊരു ഫീസ് മാത്രമേ ഇതിന് ഈടാക്കൂ. തുടക്കക്കാർക്ക് ഇതൊരു സൂപ്പർ ഓപ്ഷനാണ്. ഈ 3 നിക്ഷേപങ്ങളും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് വളരെ കുറഞ്ഞ പണം വെച്ചും തുടങ്ങാൻ പറ്റും. പക്ഷേ റിയൽ എസ്റ്റേറ്റിന് സാധാരണയായി വലിയൊരു തുക ആദ്യം തന്നെ വേണം. അതുപോലെ ലാഭം കിട്ടുന്ന വഴികളും വ്യത്യാസമുണ്ട്. സ്റ്റോക്കിൽ നിന്ന് ഡിവിഡൻഡും ക്യാപിറ്റൽ ഗെയിൻസും കിട്ടും. റിയൽ എസ്റ്റേറ്റിൽ നിന്നാണെങ്കിൽ വാടകയും ക്യാപിറ്റൽ ഗെയിൻസും. അപ്പോൾ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് വേണം ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് തീരുമാനിക്കാൻ. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടൊരു വീട് പണിതു. ഇനി എന്തു ചെയ്യണം? അതിനെ സംരക്ഷിക്കണം, അല്ലേ? മഴയും വെയിലും കൊള്ളാതൊരു മേൽക്കൂര വേണം. കള്ളന്മാരെ കയറാതിരിക്കാൻ ഒരു സെക്യൂരിറ്റി സിസ്റ്റം വേണം. അതാണ് നമ്മുടെ സാമ്പത്തിക ജീവിതത്തിലെ സുരക്ഷാവലയം. കടമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ്. പക്ഷേ എല്ലാ കടവും മോശമല്ല. നല്ല കടവുമുണ്ട്, ചീത്ത കടവുമുണ്ട്. ഭാവിയിൽ നമുക്ക് വരുമാനം തരുന്ന കാര്യങ്ങൾക്കുള്ള കടം, അതായത് വിദ്യാഭ്യാസ ലോൺ, ബിസിനസ് ലോൺ, ഹോം ലോണൊക്കെ നല്ല കടങ്ങളാണ്.
എന്നാൽ വാങ്ങിയാൽ ഉടനെ വില കുറയുന്ന കാറ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങൾ അതൊക്കെ ചീത്ത കടമാണ്. അത് നമ്മുടെ സാമ്പത്തിക വീടിന്റെ അടിത്തറ വരെ ഇളകും. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സമ്പാദ്യം എങ്ങനെ സംരക്ഷിക്കാം? ഒന്നാമതായി ശരിയായ ഇൻഷുറൻസ് എടുക്കുക. ഹെൽത്ത്, ലൈഫ്, വെഹിക്കിൾ ഇൻഷുറൻസ് ഒക്കെ ഒരു സുരക്ഷാ കവചം പോലെയാണ്. പിന്നെ നമ്മുടെ ബാങ്കിലുള്ള പണത്തിനും നിക്ഷേപങ്ങൾക്കും ഗവൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്നുറപ്പുവരുത്തുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ ഇതുവരെ സംസാരിച്ചതിന്റെ എല്ലാം കാതലായ ഒരു ആശയം ഈ ഒരു വാക്യത്തിലുണ്ട്. പണം ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള ഉപകരണമാണ്. കാരണം പണം നിങ്ങളുടെ സമയം തിരികെ നൽകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, പണം വെറുമൊരു നോട്ടല്ല. അതിന് നമ്മൾ ശരിയായി ഉപയോഗിച്ചാൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഒന്നായ നമ്മുടെ സമയം നമുക്ക് തിരിച്ചുപിടിക്കാനാവും. അപ്പോൾ നമ്മൾ കുറേ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? ഒരു ബജറ്റ് ഉണ്ടാക്കി തുടങ്ങാനാണോ നിങ്ങളുടെ പ്ലാൻ? അതോ ഒരു ചെറിയ തുക ഇൻവെസ്റ്റ് ചെയ്യാനാണോ? എന്തു തന്നെ ആയാലും ഓർക്കുക, ഏതൊരു വലിയ യാത്രയും തുടങ്ങുന്നത് ചെറിയൊരു ചുവടുവെപ്പിൽ നിന്നാണ്.